ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഡെറിക് ജെൻലീസ് ഹോളിസ്റ്റിക് ഡിറ്റക്റ്റീവ് ഏജൻസി എന്ന സീരീസിന്റെ ഒന്നാമത്തെ സീസണിലെ 3ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് അവർ ഫാറയെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നതും പിന്നീട് ഫാറയ്ക്ക് ബോധം വരുന്നതൊക്കെയുമാണ്. ഈ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കുറച്ച് കാര്യങ്ങൾക്ക് നമുക്ക് ആൻസർ കിട്ടും. കാരണം 15 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ എപ്പിസോഡിന്റെ തുടക്കത്തിലെ തന്നെ കാണിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടിരുന്നു ടോഡും ഡെറിക്കും ഗോർഡൻ റിമ്മറിന്റെ മുറിയിൽ രഹസ്യമായി ഒളിച്ചു കയറുന്നത്. ആ സമയത്ത് അവിടെ ഒരു മ്യൂസീഷ്യന്റെ ഫോട്ടോ അവർ കണ്ടിരുന്നു. അപ്പോഴേ ഡെറിക്ക് പറഞ്ഞിരുന്നു ഈ മ്യൂസീഷ്യന് ഗോർഡൻ റിമ്മറുമായിട്ട് എന്തോ ബന്ധമുണ്ട്, ഒരു പക്ഷേ ഈ മ്യൂസീഷ്യൻ കാണാതായതിന് പിന്നിൽ ഗോർഡൻ റിമ്മർ ആയിരിക്കുമെന്നൊക്കെ. അതിനുള്ള ഉത്തരം കൂടി ഈ എപ്പിസോഡിന്റെ തുടക്കത്തിലെ തന്നെ നമുക്ക് കിട്ടുന്നു. കാരണം ഈ എപ്പിസോഡിന്റെ തുടക്കത്തിലെ തന്നെ കാണിക്കുന്നത് ആ മ്യൂസീഷ്യനെയാണ്. അയാൾ സ്വയം സുപ്രീം സോൾ എന്ന് വിശേഷിപ്പിക്കുന്ന റെയ്നിയുടെ അടുത്തേക്കാണ് ഇപ്രാവശ്യം വരുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ പോലും ഗോർഡൻ റിമ്മർ സുപ്രീം സോൾ എന്ന വാക്കിനെ പറ്റിയൊക്കെ പരാമർശിച്ചിരുന്നു. അപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു ഈ വാക്കുകളൊക്കെ ഒന്ന് ഓർത്തു വെക്കാൻ. അവിടെ ഗോർഡൻ റിമ്മറിന്റെ ഗ്യാങ്ങിലുള്ള ടാറ്റു അടിച്ച 2-3 പേരുണ്ട്. അവിടെ വെച്ചാണ് നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാവുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ ഡെറിക് ജെൻലി ടോഡിനോട് ഒരു തിയറിയെ പറ്റി പറഞ്ഞിരുന്നു. മനുഷ്യരെ ഹിപ്നോട്ടൈസ് ചെയ്ത് മൃഗങ്ങളുടെ ഉള്ളിലാക്കാൻ കഴിവുള്ള ഒരു ഗ്യാങ് ആയിരിക്കും ഇതിന്റെ പിന്നിലെന്ന്. എന്നാൽ അതിനുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഉത്തരം ഇവിടെ വെച്ചാണ് നമുക്ക് കിട്ടുന്നത്. അവർ മനുഷ്യരെ ഹിപ്നോട്ടൈസ് ചെയ്യുകയല്ല ചെയ്യുന്നത്, മറിച്ച് അവരുടെ കയ്യിലുള്ള ഒരു പ്രത്യേക തരം മെഷീൻ ഉപയോഗിച്ച് അവരുടെ ആത്മാക്കളെ സ്വാപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതുവഴി ലിദിയ സ്പ്രിംഗ് എന്തുകൊണ്ടാണ് ഒരു നായയെ പോലെ പെരുമാറുന്നതെന്ന് നമുക്ക് മനസ്സിലാകും. കാരണം യഥാർത്ഥ ലിദിയ സ്പ്രിംഗ് ആ നായയുടെ ഉള്ളിലാണ്. ആ നായയാകട്ടെ മനുഷ്യരൂപമുള്ള ലിദിയ സ്പ്രിംഗിന്റെ ഉള്ളിലും. അതുകൊണ്ടാണ് ലിദിയ സ്പ്രിംഗ് ശരിക്കും ഒരു നായയുടെ പോലെ പെരുമാറുന്നത്. ഇവിടെ നമ്മൾ കാണുന്ന റെയ്നി എന്ന സ്ത്രീയാണ് അവരുടെ എല്ലാവരുടെയും നേതാവ്. അവരാണ് സുപ്രീം സോൾ എന്ന് അറിയപ്പെടുന്നത്. അവരിപ്പോൾ ആ മ്യൂസീഷ്യന്റെ ആത്മാവിനെ ഗോർഡൻ റിമ്മറിന്റെ ഉള്ളിലേക്ക് മാറ്റാൻ പോവുകയാണ്. ഇവിടെ നമുക്ക് മറ്റൊരു കാര്യം മനസ്സിലാക്കാം. യഥാർത്ഥത്തിലുള്ള ദുഷ്ടൻ ആ മ്യൂസീഷ്യനോ ഗോർഡൻ റിമ്മറോ മറ്റാരുമല്ല, അവരുടെ ഉള്ളിലുള്ള വ്യക്തിയാണ്. അതായത് പൊല്യൂക്സ് എന്ന് പേരുള്ള ഒരു വ്യക്തിയുടെ ആത്മാവാണ് ആ മ്യൂസീഷ്യന്റെ ശരീരത്തിൽ ഇപ്പോൾ ഉള്ളത്. വർഷങ്ങളായിട്ട് മാറി മാറി അവസാനം ആ മ്യൂസീഷ്യന്റെ ശരീരത്തിലാണ് വന്ന് നിൽക്കുന്നത്. ഇപ്പോഴിതാ വീണ്ടും ഗോർഡൻ റിമ്മറിന്റെ ശരീരത്തിലേക്ക് മാറാൻ പോവുകയാണ്. റെയ്നി എന്ന് പേരുള്ള സുപ്രീം സോളിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, ആ സുപ്രീം സോളിന്റെ യഥാർത്ഥ പേര് റെയ്നി എന്ന് തന്നെയാണ്. പക്ഷെ അവരും ഇതേപോലെ തന്നെ പല പല ബോഡീസ് യൂസ് ചെയ്ത് ഏകദേശം 50-ലധികം ഒക്കെ ബോഡിയൊക്കെ യൂസ് ചെയ്താണ് ഇപ്പോഴുള്ള ബോഡിയിൽ വന്നു ചേർന്നിരിക്കുന്നത്. മറ്റൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നേരത്തെ തന്നെ ഗോർഡൻ റിമ്മർ എന്നാണ് ദുഷ്ടനെ ഞാൻ വിശേഷിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇനിയും പേര് മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല. ഗോർഡൻ റിമ്മറിന്റെ ശരീരത്തിലുള്ളിടത്തോളം കാലം തന്നെ നമുക്ക് അയാളെ ഗോർഡൻ റിമ്മർ എന്ന് വിളിക്കാം. പക്ഷെ യഥാർത്ഥത്തിൽ ആ ഗോർഡൻ റിമ്മറിന്റെ ബോഡിയുടെ ഉള്ളിലുള്ളത് പൊല്യൂക്സ് എന്ന വ്യക്തിയാണെന്ന് നിങ്ങൾ ഓർത്തു വെക്കണം. അവരുടെ ഉത്ഭവത്തെക്കുറിച്ചും അവർ ഏത് വിഭാഗത്തിൽപ്പെട്ടതാണെന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് മനസ്സിലാകും. ഈ പൊല്യൂക്സ് എന്ന വ്യക്തി ഒരു മ്യൂസീഷ്യന്റെ അല്ലെങ്കിൽ ഒരു റോക്ക് സ്റ്റാറിന്റെ ശരീരത്തിന്റെ ഉള്ളിലാണല്ലോ. അതുകൊണ്ട് തന്നെ അയാൾ ഒരു ഹാപ്പി ആയിട്ടുള്ള ലൈഫാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. കുറ്റകൃത്യങ്ങളൊന്നും ചെയ്യാതെ മ്യൂസിക്കിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പുതിയ ആൽബം ഒക്കെ തയ്യാറാക്കാനൊക്കെ പോയി നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫാണ് പുള്ളി നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സുപ്രീം സോൾ എന്ന് വിശേഷിപ്പിക്കുന്ന റെയ്നി എന്ന സ്ത്രീക്ക് ഇതൊന്നും ഇഷ്ടമാകുന്നില്ല. കാരണം അവർക്ക് എന്തൊക്കെയോ വലിയ പദ്ധതികളും പ്ലാനുകളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ പൊല്യൂക്സിനെ അവരുടെ പാതയിലേക്ക് കൊണ്ടുവരുന്നതിന് റെയ്നി ഗോർഡൻ റിമ്മറിന്റെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് നിർബന്ധപൂർവ്വം പൊല്യൂക്സിനെ പ്രവേശിപ്പിക്കുകയാണ്. പൊല്യൂക്സ് കാല് പിടിച്ച് പറയുന്നുണ്ട് എന്നെ അങ്ങനെയൊന്നും ചെയ്യരുത് എന്ന്. പക്ഷെ റെയ്നി അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല. ഗോർഡൻ റിമ്മറിന്റെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടി ഗോർഡൻ റിമ്മറിനെ അവിടെ ബന്ധനസ്ഥതയിലാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കേട്ട് ഗോർഡൻ റിമ്മർ ഒരുപാട് ഭയപ്പെടുന്നുണ്ട്. അതോടൊപ്പം ഗോർഡൻ റിമ്മറിന്റെ ഭാര്യയെ അവർ ഓൾറെഡി കൊന്നിട്ടുണ്ടായിരുന്നു. ഈ ഗോർഡൻ റിമ്മറിനെ തന്നെ അവർ സെലക്ട് ചെയ്യാൻ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ഗോർഡൻ റിമ്മർ ഒരു സൂ കീപ്പർ ആണ്. ഗോർഡൻ റിമ്മർ വഴി ഒരുപാട് നാളായിട്ട് ഉപേക്ഷിക്കപ്പെട്ട ആനിമൽ ട്രാൻസ്ഫർ യൂണിറ്റിലേക്ക് അവർക്ക് പ്രവേശനം കിട്ടും. അതുവഴി അത് അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട് തിരഞ്ഞെടുക്കാം. അവർക്ക് ഇഷ്ടമുള്ളത് അവിടെ ചെയ്തു കൂട്ടാം. ഈ ഒരു ആനിമൽ ട്രാൻസ്ഫർ യൂണിറ്റിനെ കുറിച്ച് തന്നെയാണ് ഗോർഡൻ റിമ്മർ കഴിഞ്ഞ എപ്പിസോഡിൽ ഫോണിൽ സംസാരിച്ചതും. പിന്നെ കാണിക്കുന്നത് വെറും 3 ദിവസത്തിന് മുമ്പുള്ള കാര്യങ്ങളാണ്. എങ്ങനെയാണ് ലിദിയ സ്പ്രിംഗിനെ ഗോർഡൻ റിമ്മർ ട്രാപ്പിലാക്കിയത് എന്ന കാര്യം ഇതുവഴി നമുക്ക് മനസ്സിലാക്കാം. ഈ ഗോർഡൻ റിമ്മർ ലിദിയ സ്പ്രിംഗിന് ഒരു ലെറ്റർ അയച്ചിരുന്നു. ലിദിയ സ്പ്രിംഗിന്റെ അച്ഛനെ കുറിച്ചും അമ്മയെ കുറിച്ചും ഒക്കെ അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലെറ്റർ. അതുമൂലമാണ് ലിദിയ സ്പ്രിംഗ് ഗോർഡൻ റിമ്മറിനെ കാണാൻ വന്നത്. വന്ന ഉടനെ തന്നെ ഗോർഡൻ റിമ്മറിന്റെ അടുത്ത് ലിദിയ സ്പ്രിംഗ് ചോദിച്ചത് തന്റെ അച്ഛനെ കുറിച്ചും അമ്മയെ കുറിച്ചും അപ്പൂപ്പനായിട്ടുള്ള എഡ്ഗർ സ്പ്രിംഗിനെ കുറിച്ചും അതോടൊപ്പം തന്നെ സക്കറിയ വെബ് എന്ന ഒരു വ്യക്തിയെ കുറിച്ചുമാണ്. ഈ വ്യക്തിയുടെ
പേരും ഒന്ന് ഓർത്തു വെക്കുക. സക്കറിയ വെബിനെ കുറിച്ച് തനിക്കറിയില്ല, പക്ഷെ അവളുടെ അച്ഛനെ കുറിച്ചും അമ്മയെ കുറിച്ചും ഒക്കെ അറിയാമെന്ന് പറഞ്ഞ് കൗശലപൂർവ്വം അവളെ അകത്ത് കയറ്റിയാണ് അവളെ ആ ഒരു വിധത്തിലാക്കിയത്. പിന്നെ കാണിക്കുന്നത് ഫാറയാണ്. ഫാറയ്ക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ടോഡിന്റെയും ഡെറിക്കിന്റെയും കൂടെ ലിദിയ സ്പ്രിങ്ങിനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഗോർഡൻ റിമ്മറിന്റെ വീട്ടിലേക്ക് വരികയാണ്. പക്ഷെ അവിടെ പോലീസുകാരും മറ്റും ഉണ്ടായിരുന്നു. ഡെറിക്കും ടോഡും കൂടി ആ വീടിന് തീയിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതിന്റെ ഭാഗമായിട്ട് തീ അണക്കാനൊക്കെയാണ് അവർ അവിടെ വന്നിരിക്കുന്നത്. ഫാറ ഇതേ സമയം ടോഡിനോട് തന്നെ രക്ഷിച്ചതിനൊക്കെ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ അവനെ പ്രശംസിച്ചുകൊണ്ട് അവനൊരു ധീരനാണെന്നൊക്കെ പറയുന്നു. അതുകൂടാതെ ഡെറിക്കിൽ നിന്ന് ഫാറ ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്, അവളെ തട്ടിക്കൊണ്ടുപോയവർ തന്നെ ആയിരിക്കണം പാട്രിക് സ്പ്രിങ്ങിനെ കൊന്നതിന്റെ പിന്നിലുമെന്ന്. അതുകൊണ്ട് തന്നെ ഫാറ ഡെറിക്കിന്റെ കയ്യിൽ നിന്ന് ഗോർഡൻ റിമ്മറിന്റെ നമ്പർ വാങ്ങി അവനെ വിളിക്കുന്നു. ഫാറയെ വിട്ടുകിട്ടുന്നതിന് വേണ്ടി ഡെറിക്കിന്റെ നമ്പറിലേക്കായിരുന്നല്ലോ ഗോർഡൻ റിമ്മർ കോൺടാക്ട് ചെയ്തത്. അങ്ങനെയാണ് ആ നമ്പർ കിട്ടുന്നത്. എന്നാൽ ഗോർഡൻ റിമ്മർ ലിദിയ സ്പ്രിങ്ങിനെ തിരിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, തിരിച്ച് ഫാറയെ ഭീഷണിപ്പെടുത്തുക കൂടി ചെയ്യുന്നു. അത് മാത്രമല്ല, ഏതോ ഒരു മിഷൻ പാട്രിക് സ്പ്രിങ് അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു, അത് ഫാറയോട് കൊടുക്കാനും പറയുന്നു. എന്നാൽ അയാൾ എന്ത് മിഷനെ പറ്റിയാണ് സംസാരിക്കുന്നതെന്ന് ഫാറയ്ക്ക് അറിയില്ലായിരുന്നു. അത് മാത്രമല്ല, അയാൾ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു. ഫാറയാകട്ടെ അതിനുശേഷം തന്റെ വസ്ത്രങ്ങളും ആയുധങ്ങളും ഒക്കെ എടുക്കുന്നതിന് വേണ്ടി പാട്രിക് സ്പ്രിങ്ങിന്റെ ഒരു എസ്റ്റേറ്റിലേക്ക് പോകുവാൻ തീരുമാനിക്കുന്നു. ഉടനെ തന്നെ ഡിറിക്കും അവളെ ഫോളോ ചെയ്യുന്നു. ടോഡാകട്ടെ താൻ ഇതിനൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു. ഡിറിക്കാകട്ടെ അത് കണ്ട് ടോഡിനോട് തന്നോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുന്നു. ടോഡാകട്ടെ അതെല്ലാം മറന്നിരുന്നു. ടോഡിന് തന്നോട് ദേഷ്യമൊന്നും ഇല്ല എന്ന് കാണുമ്പോൾ അവൻ വീണ്ടും ഫാറയെ ഫോളോ ചെയ്യുന്നു. പിന്നെ കാണിക്കുന്നത് കേണൽ സ്കോട്ടിനെയും സർജന്റ് ഹ്യൂഗോയുമാണ്. ഈ സർജന്റിന് താൻ എന്താണ് ചെയ്യുന്നത്, ബ്ലാക്ക് വിങ് എന്താണ്, ഇതൊന്നും തന്നെ അറിയില്ലായിരുന്നു. കാരണം അവന് കിട്ടിയ ഫയൽസ് പോലും അവൻ വായിച്ചിട്ടില്ല. കാരണം അതൊന്നും അവന് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെയാണ് അവനൊരു വിഡ്ഢി എന്ന് വിളിക്കുന്നത്. അല്പമൊക്കെ അതൊക്കെ കേട്ട് കഴിയുമ്പോൾ ദേഷ്യമാവുന്നുണ്ടെങ്കിലും ക്ഷമാപൂർവ്വം ബ്ലാക്ക് വിങ്ങിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും സർജന്റിന് പറഞ്ഞു കൊടുക്കുന്നു. 1988 അത് സ്ഥാപിച്ചതെന്നും ബ്ലാക്ക് വിങ് എന്നത് ഈ ഒരു പ്രൊജക്ടിന്റെ കോഡിനെയും ആണെന്നും അത് അയാളുടെ തന്നെ ഒരു കണ്ടുപിടുത്തമാണെന്നും പ്രത്യേകതരം കഴിവുകളുള്ളവരെ കണ്ടുപിടിച്ച് അവരെ റിസർച്ച് ചെയ്യുകയാണ് ഇതിന്റെ പ്രാഥമിക ഉദ്ദേശമെന്നും അയാൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടും ഒന്നും തന്നെ ആ സർജന്റിന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മനസ്സിലാവാതിരിക്കുന്നതെങ്കിൽ ഓക്കെ, പക്ഷെ ഈ സർജന്റിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അയാൾക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ കാണിക്കുന്നത് ബാർട്ടിനെയും കെന്നിനെയുമാണ്. കെൻ ഒന്നും മിണ്ടാതെ വളരെ വിഷമിച്ചിരിക്കുകയാണ്. ഇത് കണ്ട് ബാർട്ട് അവനെ തട്ടുകയും എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനും ഒക്കെ പറയുന്നു. കാരണം നേരത്തെ അവനുമായിട്ട് സംസാരിച്ചു വന്നത് നല്ല ഫൺ ആയിരുന്നു എന്നാണ് ബാർട്ട് പറയുന്നത്. അതിനുശേഷം ബാർട്ട് ഒരുപാട് ഫൺ ആയിട്ട് സംസാരിക്കുകയും കാറിൽ വെച്ചിരിക്കുന്ന പാട്ട് കെന്നിനോട് റിപ്പീറ്റ് ചെയ്ത് പാടാനും ഒക്കെ പറഞ്ഞു കഴിയുമ്പോൾ കെൻ അല്പം ഒന്ന് റിലാക്സ് ആകുന്നുണ്ട്. എന്നാൽ കുറെ ആളുകൾ അവരെ ബൈക്കിന് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടനെ തന്നെ അവരുടെ കാറിൽ ഷൂട്ട് ചെയ്യുന്നു. ഒരു ബുള്ളറ്റ് കാറിന്റെ ടയറിലും കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാറിന്റെ നിയന്ത്രണം വിട്ട് അവിടെ ഉണ്ടായിരുന്ന മരത്തിൽ പോയി ഇടിച്ചു നിൽക്കുന്നു. നേരത്തെ അവരുടെ കാറ് നന്നാക്കിയ വ്യക്തിയുടെ ഗ്യാങ്ങിലുള്ളവരാണിവർ. പിന്നെ കാണിക്കുന്നത് ആ നായ്ക്കുട്ടിയുമായിട്ട് ഡിറ്റക്റ്റീവ് സിമ്മർഫീൽഡിന്റെ അടുത്തേക്ക് വരുന്ന എസ്തേവിനെയാണ്. അത് CCTV ഫുട്ടേജിൽ കണ്ട അതേ നായ തന്നെയാണെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അതുമാത്രമല്ല, ആ നായ തന്നെ അവിടെ വന്നതാണ്. അതിന്റെ ടാഗ് നോക്കിക്കഴിയുമ്പോൾ അത് ഗോർഡൻ റിമ്മറിന്റേതാണ്, ആ വീടാണ് ഇന്നലെ കത്ത് പിടിച്ചതെന്ന് അവർക്ക് മനസ്സിലാകുന്നു. ഇതേ സമയം തന്നെ ഫോൺ വഴി അവർക്കൊരു സന്ദേശം കിട്ടുന്നു, ഗോർഡൻ റിമ്മറിനെ അവസാനമായിട്ട് കണ്ടത് ടോഡാണെന്ന്. ഇതേ സമയം തന്നെ ഡിറിക്കും ഫാറയും പാട്രിക് സ്പ്രിങ്ങിന്റെ ആ ഒരു എസ്റ്റേറ്റിൽ എത്തിയിരുന്നു. പാട്രിക് സ്പ്രിങ്ങിന്റെ ഭാര്യയെ പറ്റി ചോദിക്കുമ്പോൾ ഭാര്യ മരിച്ചു എന്ന് ഫാറ പറയുന്നു. അതുകൂടാതെ പ്രധാനമായിട്ട് പറയുന്നത് ആ ഒരു എസ്റ്റേറ്റിന്റെ ഹിസ്റ്ററിയെ പറ്റിയാണ്. 1800കളുടെ അവസാന കാലഘട്ടങ്ങളിൽ സക്കറിയ വെബ് എന്ന ഒരാളുടേതായിരുന്നു ആ വീട്. എന്നാൽ ആ ഒരു വ്യക്തി പെട്ടെന്ന് അപ്രത്യക്ഷനാവുകയായിരുന്നു. അതിനുശേഷം ആ ഒരു പ്രോപ്പർട്ടി ഗവൺമെന്റ് ഏറ്റെടുത്തു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം പാട്രിക് സ്പ്രിങ് തന്നെ വലിയ വില കൊടുത്ത് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് അത് വാങ്ങി. അപ്പോഴേക്കും അവരുടെ അടുത്തേക്ക് പാട്രിക് സ്പ്രിങ്ങിന്റെ ലോയർ വരുന്നു. ഫാറയെ അയാൾക്ക് നേരത്തെ അറിയാം, പക്ഷെ ഡിറിക് ജെൻലിയുടെ പേര് കേട്ട് കഴിയുമ്പോൾ അയാളൊന്ന് അത്ഭുതപ്പെടുന്നുണ്ട്. അതെന്താണെന്ന് കുറച്ച് കഴിയുമ്പോൾ തന്നെ മനസ്സിലാകും. അതിനുശേഷം ആ ലോയർ ഫാറയോട് പ്രധാനപ്പെട്ട ഒരു സംഭവം കാണിക്കാനുണ്ടെന്ന് പറയുന്നു. പിന്നെ കാണിക്കുന്നത് ടോഡിനെ ചോദ്യം ചെയ്യുന്ന ഡിറ്റക്റ്റീവ്സിനെയാണ്. ടോഡ് നടന്ന എല്ലാ കാര്യങ്ങളും അവരോട് പറയുന്നുണ്ട്. ലിദിയ സ്പ്രിങ്ങിനെ ഗോർഡൻ റിമ്മറിന്റെ വീട്ടിൽ കണ്ടതും ഫാറയെ അവർ എക്സ്ചേഞ്ച് ചെയ്ത് രക്ഷപ്പെടുത്തിയതും പാട്രിക് സ്പ്രിങ്ങിന്റെ മരണത്തിന് പിന്നിൽ ആ ടാറ്റു അടിച്ച ഗ്യാങ് ആയിരിക്കാം എന്ന സംശയവും എല്ലാം പറയുന്നുണ്ട്. എന്നാൽ ടോഡിന് സംശയമുള്ളവരെ പോലെയാണ് അവർ ചോദ്യം ചെയ്യുന്നത്. അതിന് കാരണമായിട്ട് അവർ പറയുന്നത്, വർഷങ്ങൾക്ക് മുമ്പ് ടോഡ് ഒരു മ്യൂസിക് ബാൻഡിൽ ഉണ്ടായിരുന്നു. അവിടുത്തെ വിലപിടിപ്പുള്ള ഏതോ ഒരു വസ്തു അവൻ മോഷ്ടിക്കുകയും വലിയ വിലയ്ക്ക് അത് വിൽക്കുകയും ചെയ്തിരുന്നു. ടോഡ് ഈ ഒരു കുറ്റം സമ്മതിക്കുന്നുണ്ട്. മാത്രമല്ല അത് തന്റെ അവസ്ഥ കൊണ്ടാണെന്ന് അവരോട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. ആ ഒരു കാര്യം അവർക്ക് മനസ്സിലാകുന്നുമുണ്ട്. കാരണം ടോഡിന്റെ പാരന്റ്സിനെ അവർ വിളിച്ചിരുന്നു. അതുമൂലം ടോഡിന് വളരെ റെയർ ആയിട്ടുള്ള ഒരു അസുഖം ഉണ്ടെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. ടോഡ് അപ്പോൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് എന്നെ കുറിച്ച് ഇങ്ങനെ അന്വേഷിക്കുന്നത്, നിങ്ങൾ എന്നെയാണോ സംശയിക്കുന്നത്? അപ്പോൾ ഡിറ്റക്റ്റീവ്സ് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, നീ ചെയ്ത കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നിന്നെ സംശയിക്കാൻ
ചോദിക്കാതിരിക്കാനും വയ്യ. 2-3 കൊലപാതകങ്ങൾക്ക് നീ ദൃക്സാക്ഷിയാണ്. അത് മാത്രമല്ല ഡോറിയന് റെന്റ് കൊടുത്തിട്ട് ആ ഒരു പണം തന്നെ നീ മോഷ്ടിച്ചതല്ലേ? ഇതെല്ലാം തന്നെ ഞങ്ങൾക്കറിയാം. പിന്നെ കാണിക്കുന്നത് പർച്ചേസ് ചെയ്യുന്ന അമാൻഡയെയാണ്. നേരത്തെ സഹോദരനെ വിളിച്ച് അവൾ പറഞ്ഞിരുന്നു, ഡെറിക്ക് പറഞ്ഞത് ശരിയാണ്, വീട്ടിൽ തന്നെ നിന്നുകൊണ്ട് ഒരു കാര്യവുമില്ല, അതുകൊണ്ട് താൻ ഇപ്പോൾ ഗ്രോസറീസ് ഒക്കെ വാങ്ങാൻ വേണ്ടി പുറത്തു പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ അവിടെ എത്തിയത്. അത് മാത്രമല്ല റൗഡി 3യുടെ വണ്ടി അവളെ ഫോളോയും ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് അല്പം ആത്മവിശ്വാസവും ഉണ്ടായിരുന്നു. ഷോപ്പിങ്ങിന്റെ അവസാനം വരെയും എല്ലാം നല്ല രീതിയിലായിരുന്നു നടന്നത്. എന്നാൽ ക്യാഷ് പേ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അവളുടെ കൈ കത്തുന്നത് പോലെ അവൾക്ക് തോന്നുന്നു. വലിയ ശബ്ദത്തിൽ ഉച്ചത്തിൽ അലറി അവൾ കരയുന്നു. കഴിക്കാനെടുത്തിരുന്ന ഗുളികകൾ പോലും ഇതേ സമയം തെറിച്ചു പോകുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്നവരാകട്ടെ ഇത് കണ്ട് ഞെട്ടുന്നു. പിന്നെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ടോഡിനെ വീണ്ടും കാണിക്കുന്നു. പെട്ടെന്നാണ് അമാൻഡയുടെ കോള് വരുന്നത്. തന്നെ രക്ഷിക്കണമെന്ന് അവൾ കരഞ്ഞപേക്ഷിക്കുകയാണ്. അത് കേട്ടുകൊണ്ട് താൻ പൊയ്ക്കോട്ടെ എന്ന് ഡിറ്റക്റ്റീവ്സിന്റെ അടുത്ത് ചോദിക്കുന്നു. തന്റെ സഹോദരി അപകടത്തിലാണെന്ന് വളരെ വിഷമത്തോടെയാണ് ടോഡ് പറഞ്ഞത്. ഡിറ്റക്റ്റീവ്സിനാകട്ടെ അവനെ കുറ്റവാളിയാക്കാനുള്ള ഒരു തെളിവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവനെ പോകാനും അനുവദിക്കുന്നു. അമാൻഡയെ നോക്കുകയാണെങ്കിൽ അവളുടെ ശരീരം മുഴുവനും ഇപ്പോൾ തീ പിടിച്ചിരിക്കുന്നു. മറ്റുള്ളവർ നോക്കുമ്പോൾ അവളുടെ ശരീരത്തിന് ഒരു കുഴപ്പവുമില്ല. അവളാകട്ടെ തീ പിടിച്ചതുപോലെ പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ഇതെല്ലാം കണ്ട് ചിരി വരുന്നുണ്ട്. 2-3 ചെറുപ്പക്കാരാകട്ടെ അതെല്ലാം കണ്ടുകൊണ്ട് അത് വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഉടനെ തന്നെ റൗഡി 3 അവിടെ എത്തുകയും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന സ്റ്റിക്ക് ഉപയോഗിച്ച് അവിടെ ഉണ്ടായിരുന്ന കാറുകളൊക്കെ തകർക്കുകയും അതിനുശേഷം വീഡിയോ എടുത്ത ചെറുപ്പക്കാർക്ക് നേരെയും നല്ല രീതിയിലുള്ള ആക്രമണം നടത്തുകയും അവരുടെ ഫോണുകളൊക്കെ തകർക്കുകയും ഒക്കെ ചെയ്യുന്നു. അതിനുശേഷം 4 പേരും ഒരുമിച്ച് കൈ കോർത്ത് പിടിച്ച് അമാൻഡയുടെ ഉള്ളിലുള്ള എനർജി വലിച്ചെടുത്ത് കുടിക്കുകയും ചെയ്യുന്നു. ഇതേ സമയം തന്നെ അമാൻഡയുടെ മൈൻഡിലൂടെ ഒരുപാട് വിഷൻസ് കടന്നു പോകുന്നുണ്ട്. ഇതുവഴി നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഇത് അമാൻഡയുടെ ഒരു രോഗമാണെങ്കിലും അതോടൊപ്പം തന്നെ ഇത് അവളുടെ ഒരു കഴിവ് കൂടിയാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് അടുത്ത സീസണിൽ മനസ്സിലാകും. എന്തൊക്കെ വന്നാലും റൗഡി 3 അവളെ രക്ഷിക്കുകയായിരുന്നു. പിന്നീട് ബോധം വരുമ്പോൾ അവൾ അവളുടെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. പർച്ചേസ് ചെയ്ത സാധനങ്ങളും റൗഡി 3 തൊട്ടടുത്ത് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും അവളുടെ ബോധവും വരുന്നു. റൗഡി 3 അവളെ അവിടെ ആക്കിയിട്ട് പോകുന്നതും അവൾ കാണുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഒരു വിജനമായ സ്ഥലത്ത് തടവിലാക്കപ്പെട്ട കെന്നിനെയും ബാർട്ടിനെയുമാണ്. ബോധം വന്നു കഴിയുമ്പോൾ കെൻ ഉച്ചത്തിൽ രക്ഷിക്കണേ എന്ന് അപേക്ഷിക്കുന്നു. അപ്പോഴാണ് ബാർട്ടും തന്റെ പുറകിൽ ബന്ധനസ്ഥതയിലുണ്ടെന്ന് മനസ്സിലാവുന്നത്. നിന്റെ ശക്തിയൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ലേ എന്ന് കെൻ ചോദിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് ബാർട്ട് പറയുകയാണ്, നീ അതൊക്കെ വിശ്വസിച്ചല്ലേ? ഞാൻ വിചാരിച്ചു നീ അതൊന്നും വിശ്വസിച്ചിട്ടുണ്ടാകില്ല എന്ന്. അതിനുശേഷം അടുത്തത് എന്താണ് നടക്കാൻ പോകുന്നതെന്ന് ബാർട്ട് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുന്നു. അവരെ ബന്ധനസ്ഥതയിലാക്കിയിരിക്കുന്നവർ അവസാനം കെന്നിനെ കൊല്ലും. എന്തൊക്കെ സംഭവിച്ചാലും ബാർട്ടിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ബാർട്ടിന് മുറിവേൽക്കില്ലല്ലോ. അതെല്ലാം കേട്ടുകൊണ്ട് ഒരുപാട് വിഷമത്തോടെ കരഞ്ഞുകൊണ്ട് കെൻ പറയുകയാണ്, എനിക്കറിയാമായിരുന്നു ഇത്തരത്തിൽ വളരെ മോശമായിട്ടുള്ള മരണമായിരിക്കും എനിക്ക് കിട്ടുക എന്ന്. അതിനുശേഷം സഹായിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഉച്ചത്തിൽ നിലവിളിച്ച് അവൻ കരയുകയാണ്. പിന്നെ കാണിക്കുന്നത് പാട്രിക് സ്പ്രിങ് ഏൽപ്പിച്ച ഒരു കത്ത് ഫാറയ്ക്ക് ആ ലോയർ കൊടുക്കുന്നതാണ്. പക്ഷെ അത് കൊടുക്കുന്ന സമയത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ആ ലോയർ പറയുന്നുണ്ട്. ഇത് കൊടുക്കുന്ന സമയത്ത് ഫാറയുടെ കൂടെ ഡെറിക് ജെൻലി എന്ന് പേരുള്ള ഒരു വ്യക്തി ഉണ്ടായിരിക്കണം എന്ന ഒരു ഇൻസ്ട്രക്ഷൻ ആ ലെറ്ററിന്റെ കൂടെ കൊടുത്തിരുന്നു. ഇതെല്ലാം ഒരു കോയിൻസിഡൻസ് ആണോ അല്ലെങ്കിൽ പാട്രിക് സ്പ്രിങ് ഇതെല്ലാം നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു എന്നതിനെ പറ്റി അവർ സംസാരിക്കുമ്പോൾ ഡെറിക്കിന് പെട്ടെന്ന് എന്തോ ഒരു കാര്യം മനസ്സിലാകുന്നു. പാട്രിക് സ്പ്രിങ് അവന്റെ മരണം തടയുന്നതിന് വേണ്ടിയല്ല എന്നെ ഈ കേസ് ഏൽപ്പിച്ചത്, മറിച്ച് അതിന്റെ പിന്നിലുള്ള എല്ലാ രഹസ്യങ്ങളും കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ്. ശേഷം ആ ലെറ്ററിന്റെ പുറം ഭാഗം ഡെറിക്ക് നോക്കിക്കഴിയുമ്പോൾ 3 ക്വസ്റ്റ്യൻ 1 ഉത്തരം എന്ന രീതിയിൽ എന്തോ അതിൽ എഴുതി വെച്ചിരിക്കുന്നതായി കാണുന്നു. എന്നാൽ ഫാറയാകട്ടെ ആ ലെറ്റർ കണ്ടു കഴിയുമ്പോൾ ഒരുപാട് വിഷമത്തോടെ കരഞ്ഞു പോകുന്നു. ഡെറിക്ക് അത് കണ്ട് ചോദിക്കുകയാണ്, നീ പാട്രിക്കുമായിട്ട് ഒരുപാട് അടുപ്പത്തിലായിരുന്നല്ലേ? അപ്പോ എത്രമാത്രം കാര്യങ്ങളാണ് പാട്രിക് സ്പ്രിങ് ഫാറയ്ക്ക് വേണ്ടി ചെയ്തു കൊടുത്തതെന്നൊക്കെ ഫാറ പറഞ്ഞു കൊടുക്കുന്നു. അവളുടെ ജീവിതത്തിന് ഒരു പർപ്പസ് തന്നെ ഉണ്ടാക്കി കൊടുത്തത് പാട്രിക് സ്പ്രിങ് ആയിരുന്നു. അവളുടെ ഫാദർ ആയിരുന്നു ആദ്യം പാട്രിക് സ്പ്രിങ്ങിന്റെ ചീഫ് സെക്യൂരിറ്റി. അതിനുശേഷം അവൾ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, പക്ഷെ ഈ 3 ദിവസത്തിനുള്ളിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്? പാട്രിക് സ്പ്രിങ് മരിച്ചു, ലിദിയ സ്പ്രിങ്ങിനെ കാണാനില്ല, താനൊരു യൂസ്ലെസ് ആണ്, തനിക്ക് പാട്രിക് സ്പ്രിങ്ങിന് വേണ്ടി ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ വിഷമിച്ചിരിക്കുമ്പോൾ ഡെറിക്ക് അവളെ ആശ്വസിപ്പിക്കുന്നു. അല്പം ആശ്വാസം കിട്ടിക്കഴിയുമ്പോൾ ഉടനെ തന്നെ അവൾ ലിദിയെ അന്വേഷിച്ചു പോവുകയാണ്. എന്നാൽ അവളെ തടഞ്ഞുകൊണ്ട് ഡെറിക്ക് പറയുകയാണ്, വേണ്ട, ഈ ഒരു അവസരത്തിൽ അതല്ല ചെയ്യേണ്ടത്. ഞാൻ കേസ് അന്വേഷിക്കുന്നത് ആ ഒരു രീതിയിലാണ്. നീ എന്നെ വിശ്വസിക്കണം, എനിക്കൊരു ചാൻസ് നീ തരണം. ഇതുവരെയും എല്ലാം ഭംഗിയായി തന്നെയാണ് നടന്നത്. അതുകൊണ്ട് തന്നെയല്ലേ നിന്നെ ഞങ്ങൾ കണ്ടുമുട്ടിയത്.
അതിനുശേഷം ഫാറ തന്നെ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ആ ലെറ്റർ പൊട്ടിക്കാൻ ഡെറിക് പറയുന്നു. അത് പൊട്ടിച്ചു കഴിയുമ്പോൾ അവർക്ക് കിട്ടുന്നത് ഒരു മാപ്പാണ്. പക്ഷെ അത് എന്താണെന്ന് രണ്ടുപേർക്കും മനസ്സിലാകുന്നില്ല. പിന്നെ കാണിക്കുന്നത് ബസ് ഇറങ്ങി ഓടി അണച്ച് തന്റെ സഹോദരിയുടെ അടുത്ത് എത്തുന്ന ടോഡിനെ കാണിക്കുന്നു. സഹോദരിയുടെ അടുത്ത് എത്തിക്കഴിയുമ്പോൾ അവൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് കാണുമ്പോൾ അവന് ഒരുപാട് ആശ്വാസമാകുന്നുണ്ട്. ആദ്യമേ തന്നെ ടോഡിനെ അങ്ങനെ ടെൻഷൻ അടിപ്പിച്ചതിന് അമാൻഡ ക്ഷമാപണം നടത്തുന്നു. അതിനുശേഷം ഡെറിക് എവിടെയെന്ന് ചോദിക്കുന്നു. എന്നാൽ ഡെറിക്കിനെ കുറിച്ച് സംസാരിച്ചത് ടോഡിനെ ഇഷ്ടപ്പെട്ടില്ല. ഡെറിക് ഒരു ഡിറ്റക്റ്റീവ് ആയതുകൊണ്ട് തന്നെ അവനിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നതിന് വേണ്ടിയായിരുന്നു അമാൻഡ ഡെറിക്കിനെ പറ്റി ചോദിച്ചത്. എന്നാൽ ടോഡ് ഇത് ഇഷ്ടപ്പെടാതെ സംസാരിക്കുന്നത് കാണുമ്പോൾ അമാൻഡയ്ക്ക് പോലും ടോഡ് എന്തോ മറച്ചു വെക്കുന്നത് പോലെ തോന്നുന്നു. എന്നാൽ താൻ അങ്ങനെയൊന്നും മറച്ചു വെക്കുന്നില്ല എന്നാണ് സഹോദരിയോട് ടോഡ് പറയുന്നത്. അതിനുശേഷം വിഷയം മാറ്റുന്നതിന് വേണ്ടി ടോഡ് പറയുകയാണ്, ഇന്ന് നീ പുറത്തിറങ്ങിയിട്ട് നിനക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ, അതുകൊണ്ട് നിനക്ക് എന്റെ വീട്ടിലേക്ക് വന്നൂടെ. അപ്പോഴാണ് ഒരുപാട് വിഷമത്തോടെ കരഞ്ഞുകൊണ്ട് ഇന്നേ ദിവസം നടന്ന എല്ലാ കാര്യങ്ങളും ടോഡിനോട് അവൾ പറയുന്നത്. ഇതേ സമയം തന്നെ ഫാറയും ഡെറിക്കും ആ മാപ്പിൽ കാണുന്ന സ്ഥലം കണ്ടുപിടിക്കുന്നതിന് വേണ്ടി അവിടെ ഒരുപാട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട്. അവസാനം ഒരുപാട് നേരത്തെ പരിശ്രമത്തിനൊടുവിൽ അവർ ഒരു മുറി കണ്ടുപിടിക്കുന്നു. അവിടെ വെച്ച് ഫാറയ്ക്ക് ഒരു മതില് സംശയാസ്പദമായിട്ട് തോന്നുകയും അവിടെ ഉണ്ടായിരുന്ന അയൺ ബോക്സ് ഉപയോഗിച്ച് ആ മതില് തകർത്ത് കഴിയുമ്പോൾ വർഷങ്ങളായിട്ട് കവർ ചെയ്യപ്പെട്ട ഒരു മുറിയുടെ വാതിൽ അവർ കാണാനിടയാകുകയും ചെയ്യുന്നു. ക്ലോക്ക് പോലത്തെ എന്തോ ഒരു സംഭവം ആ ഒരു ഡോറിന്റെ ലോക്കായിട്ട് ഉണ്ടായിരുന്നു. 10:10 ആ ഒരു മാപ്പിൽ എഴുതിയിരിക്കുന്നത് ഡെറിക് കണ്ടതുകൊണ്ട് തന്നെ ആ ഒരു ക്ലോക്കിനെ തിരിച്ച് 10:10 എന്ന നിലയിൽ ഡെറിക് ആക്കി കഴിയുമ്പോൾ തന്നെ ആ വാതിൽ തുറക്കുകയാണ്. അത് പാട്രിക് സ്പ്രിംഗ് ഉണ്ടാക്കിയ മുറിയല്ല, വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന സക്രിയ വെബിന്റേതാണ് ആ മുറി എന്ന് അത് കണ്ടു കഴിയുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാകുന്നുണ്ട്. അവരങ്ങനെ ചിന്തിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. പാട്രിക് സ്പ്രിംഗിന് ടെക്നോളജിയെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല. അതിനുശേഷം പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് അവരവിടെ കാണുന്നത്. ഒരു ബൾബും ഒരു ലെറ്ററും അതോടൊപ്പം തന്നെ അതിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ലിവറും. അവിടെ ഉണ്ടായിരുന്ന ബൾബിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും അതിനെ സ്പർശിച്ചു കഴിഞ്ഞാൽ അത് പ്രകാശിക്കാൻ തുടങ്ങും. അൺലിമിറ്റഡ് എനർജി ബൾബ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. സക്രിയ വെബിന്റെ ഒരു കണ്ടുപിടുത്തമാണിത്. ഇത് പ്രവർത്തിപ്പിക്കാൻ വേണ്ടി ബാറ്ററിയോ വൈദ്യുതിയോ ഒന്നും ആവശ്യമില്ല. അതിന്റെ കൂടെ ഉണ്ടായിരുന്ന ലിവറിന്റെ ആവശ്യകത എന്താണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ അത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് അവർക്ക് മനസ്സിലാകുന്നു. അവിടെ ഉണ്ടായിരുന്ന ലെറ്ററിലാകട്ടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, ഇവിടെ നിന്നാണ് എല്ലാം തുടങ്ങിയത്, എല്ലാം അവസാനിക്കുന്നതും ഇവിടെ തന്നെ, അവളെ രക്ഷിക്കുക, എഡ്ഗർ സ്പ്രിംഗ്. എഡ്ഗർ സ്പ്രിംഗിന്റെ പേരിലാണ് ഇത് എഴുതി വെച്ചിരുന്നതെങ്കിലും അത് പാട്രിക് സ്പ്രിംഗിന്റെ കൈയക്ഷരമാണെന്ന് ഫാറ ഇവിടെ പറയുന്ന കാര്യം ഓർത്തു വെക്കണം. കാരണം അതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഒരു സീസണിന്റെ അവസാനമാകുമ്പോഴേക്കും ഇതിനെ പറ്റിയൊക്കെ ചിന്തിച്ചു കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് അത് അങ്ങനെ വന്നത് എന്നൊക്കെ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഉത്തരം കിട്ടും. അതിനുശേഷം ഡെറിക് പറയുകയാണ്, അവളെ രക്ഷിക്കുക എന്നതുകൊണ്ട് പാട്രിക് ഉദ്ദേശിക്കുന്നത് ലിതിയെ രക്ഷിക്കുക എന്നതാണ്. ഇതെല്ലാം തന്നെ അവൻ മുൻകൂട്ടി കണ്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടായിരിക്കും അവൻ അവനെ തന്നെ രക്ഷിക്കാതിരുന്നത്? വീണ്ടും ബാർട്ടിനെയും കെന്നിനെയും കാണിക്കുന്നു. അവരെ ബന്ധനസ്ഥതയിലാക്കിയവർ തോക്കുമായിട്ട് അങ്ങോട്ട് വരുമ്പോൾ എന്തെങ്കിലും ചെയ്ത് രക്ഷപ്പെടാൻ വേണ്ടി കെൻ ബാർട്ടിനോട് അഭ്യർത്ഥിക്കുന്നുണ്ട്. എന്നാൽ ബാർട്ടി ഇതേ സമയം ഒരു കാര്യം പറയുന്നുണ്ട്, അതങ്ങനെയൊന്നും പ്രവർത്തിക്കില്ല എന്ന്. അതെന്തുകൊണ്ടാണെന്ന് ഉടനെ തന്നെ മനസ്സിലാകും. അവരെ ബന്ധനസ്ഥതയിലാക്കിയവർ ആകട്ടെ അവിടെ എത്തിക്കഴിയുമ്പോൾ ബാർട്ടിനോടും കെന്നിനോടും അവരെ വിട്ടത് ആരാണെന്ന് ചോദിക്കുന്നു. കാരണം അവരുടെ കൂട്ടത്തിലുള്ള ഒരുവനെയാണല്ലോ ഇവർ കൊന്നിരിക്കുന്നത്. എന്നാൽ അവർ പറയുന്ന ആളിനെ കുറിച്ചോ അവർ പറയുന്ന കാര്യങ്ങളെ കുറിച്ചോ തനിക്ക് ഒന്നും അറിയില്ല എന്നും ആ വ്യക്തിയെ കൊന്നത് ബാർട്ടാണെന്നും കെൻ കരഞ്ഞ് അപേക്ഷിച്ച് പറയുന്നു. എന്നാൽ അതൊന്നും കേൾക്കാൻ തന്നെ അവരുടെ നേതാവായിട്ടുള്ള വ്യക്തി തയ്യാറാകുന്നില്ല. നിലത്ത് കിടന്നിരുന്ന ബേസ്ബോൾ എടുത്ത് കെന്നിന്റെ നേരെ അയാൾ എടുത്തെറിയുന്നു. എന്നാൽ അത് ലക്ഷ്യം തെറ്റി അവിടെ ഉണ്ടായിരുന്ന കമ്പിയിൽ കൊള്ളുകയും ആ കമ്പി വീണ് ബാർട്ട് അതിൽ നിന്ന് മോചിതയാവുകയും ചെയ്യുന്നു. അവളുടെ ഒരു കൈ റിലീസായി എന്ന് കാണുമ്പോൾ അവളെ ആക്രമിക്കുന്നതിന് വേണ്ടിയോ അവളെ വീണ്ടും കെട്ടുന്നതിന് വേണ്ടിയോ ഒരു വ്യക്തി പാഞ്ഞ് അവളുടെ അടുത്തേക്ക് വരുന്നു. എന്നാൽ തോക്കുമായി വന്ന ആ വ്യക്തിയുടെ തോക്ക് പിടിച്ചു വാങ്ങി ആ വ്യക്തിയെയും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും വളരെ നിസ്സാരമായിട്ട് ബാർട്ട് കൊല്ലുകയാണ്. അവസാനം അവരുടെ നേതാവായിട്ടുള്ള വ്യക്തി മാത്രം അവശേഷിക്കുന്നു. കാരണം ബാർട്ടിന്റെ തോക്കിലെ ഉണ്ട തീർന്നിട്ടുണ്ടായിരുന്നു. ഈ അവസരം മുതലെടുത്തുകൊണ്ട് തന്നെ നേതാവായിട്ടുള്ള വ്യക്തി അയാളുടെ കയ്യിലുണ്ടായിരുന്ന കത്തി ബാർട്ടിന് നേരെ എറിയുന്നു. പക്ഷേ ബാർട്ടിന് ഇതൊന്നും ഏൽക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവളുടെ മേത്ത് തട്ടി നിസ്സാരമായിട്ട് ആ കത്തി നിലത്ത് വീഴുകയും ആ കത്തി എടുത്തുകൊണ്ട് തന്നെ അയാളെ നിഷ്പ്രയാസം എറിഞ്ഞു വീഴ്ത്തി കൊല്ലുകയാണ് ബാർട്ട്.
കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് ചുറ്റും നടന്ന കാര്യങ്ങളെല്ലാം കണ്ട് അന്തം വിട്ടു നിൽക്കുകയാണ് കെൻ. അതിനുശേഷം അവരെ അറ്റാക്ക് ചെയ്യാൻ വന്നവരുടെ തന്നെ ഡ്രസ്സൊക്കെ എടുത്തണിഞ്ഞതിന് ശേഷം കെൻ പറയുകയാണ്, അപ്പോൾ നീ പറഞ്ഞതെല്ലാം ശരിയായിരുന്നല്ലേ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നീ നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ടിരുന്നുവല്ലേ. ബാർട്ട് പറയുകയാണ്, കറക്റ്റ് ഇങ്ങനെ തന്നെ നടക്കുമെന്നല്ല, ഇങ്ങനെ എന്തെങ്കിലും നടക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ബാർട്ടിന്റെ കഴിവ്. അതിനുശേഷം കെൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ആ ഒരു കാര്യം സീസണിന്റെ അവസാനമാകുമ്പോഴേക്കും നിങ്ങളും ഓർക്കും. അവൻ പറയുകയാണ്, ബാർട്ടിന്റെ കൂടെ അവൻ ആയിരിക്കുന്നതിന് എന്തോ ഒരു റീസൺ ഉണ്ട്, അവന്റെ ലൈഫിന് എന്തോ ഒരു ലക്ഷ്യമുണ്ട്. അതിനുശേഷം ഡിറിക് ജെൻലിയെ കൊല്ലുന്ന കാര്യമാണ് അവർ പറയുന്നത്. അതിനുശേഷം ഇവിടെ വെച്ച് ബാർട്ടിന് അവനൊരു പേരും ഇടുന്നുണ്ട്, കില്ലർ ഏഞ്ചൽ എന്നാണ് പേരിടുന്നത്. അതിനുശേഷം കാണിക്കുന്നത് ടോഡ് അമാൻഡയുമായിട്ട് അവന്റെ ഫ്ലാറ്റിലേക്ക് വരുന്നതാണ്. അവിടെ റൗഡി 3 നേരത്തെ തന്നെ കുറെ സാധനങ്ങൾ അടിച്ചു തകർത്തിട്ടുണ്ടായിരുന്നല്ലോ. അതെല്ലാം കണ്ടിട്ട് അമാൻഡ ചോദിക്കുകയാണ്, നിന്റെ റൂം എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്? എന്നാൽ അപ്പോഴേക്കും അവർ അവിടെ ഉണ്ടായിരുന്ന ഡെറിക്കിനെയും ഫാറയെയും കാണുന്നു. അവർ തന്നെ തേടി ഇങ്ങോട്ട് വരുമെന്ന് ടോഡ് ഒരിക്കലും കരുതിയിരുന്നില്ല. മറ്റൊരു മാപ്പിനുള്ളിലെ കാര്യങ്ങളായിരുന്നു ഫാറയും ഡെറിക്കും കൂടി ഡിസ്കസ് ചെയ്തിരുന്നത്. ടോഡിനെ അവർ വലിയ രീതിയിലൊന്നും മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അമാൻഡയ്ക്കാകട്ടെ അത് കണ്ടപ്പോൾ തന്നെ അതിനുള്ളിലെ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. അത് അവരോട് ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫാറയ്ക്ക് അമാൻഡയെ ഒരുപാട് ഇഷ്ടമായി. അതിനുശേഷമാണ് നല്ല രീതിയിൽ അമാൻഡയെ പരിചയപ്പെടുന്നത്. ടോഡാകട്ടെ ദേഷ്യത്തോടെ ഇതെല്ലാം കണ്ട് പുറത്തേക്ക് ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഡെറിക്കാകട്ടെ അപ്പോഴേക്കും അവന്റെ അടുത്തേക്കും വരുന്നുണ്ട്. ഡെറിക്കിനെ കണ്ടു കഴിയുമ്പോൾ തന്നെ ടോഡ് പറയുന്നത്, എന്തിനാണ് എന്നെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നത്, ഞങ്ങളെ വിട്ട് പൊക്കൂടെ എന്നൊക്കെയാണ്. എന്നാൽ ഡെറിക്കും ഇപ്രാവശ്യം അല്പം ഗൗരവത്തിലാണ്. അവൻ പറയുകയാണ്, ഞാൻ നിന്നോട് ഇതിനെ കുറിച്ചൊക്കെ പറഞ്ഞു മടുത്തു. നീ ഇതുമായിട്ട് വളരെ കണക്റ്റഡ് ആയതുകൊണ്ടാണ് നിന്റെ സഹായം ഞാൻ അഭ്യർത്ഥിക്കുന്നത്. ഇപ്പോൾ തന്നെ ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ആ മാപ്പിന്റെ സെൻട്രൽ ആയിട്ടുള്ള പ്ലേസ് വരുന്നത് നീ താമസിക്കുന്ന ഈ ഫ്ലാറ്റ് തന്നെയാണ്. അത് കേട്ട് കഴിയുമ്പോഴാണ് ടോഡിനും മറ്റൊരു കാര്യം ഓർമ്മ വരുന്നത്. ആ ഒരു ഫ്ലാറ്റ് പാട്രിക് സ്പ്രിങ്ങിന്റെ ഫാദർ ആയിട്ടുള്ള എഡ്ഗർ സ്പ്രിങ്ങിന്റെ പേരിലുള്ളതാണ്. സ്പ്രിംഗ്ബർഗ് എന്നൊക്കെയാണ് അത് അറിയപ്പെടുന്നത്. ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ടോഡിനും അത്ഭുതമാകുന്നു. ടോഡ് പറയുകയാണ്, ഇതെല്ലാം തന്നെ കണക്റ്റഡ് ആണല്ലേ, നീ പറഞ്ഞതെല്ലാം തന്നെ സത്യമാണല്ലേ, നീ ഒരു ഹോളിസ്റ്റിക് ഡിറ്റക്റ്റീവ് ആണല്ലേ, അവസാനമായിട്ട് ഇതെല്ലാം സംഭവിക്കുമെന്ന് നിനക്കറിയാമായിരുന്നില്ലേ എന്ന് കൂടി ചോദിച്ചു കഴിയുമ്പോൾ നേരത്തെ കെന്ന് ബാർട്ടിനോട് ചോദിച്ച അതേ ഒരു ചോദ്യം തന്നെയാണ് ഇവിടെയും വരുന്നത്. ബാർട്ട് പറഞ്ഞ അതേ ഉത്തരം തന്നെയാണ് ഡെറിക്കും ഇവിടെ പറയുന്നത്. കറക്റ്റ് ഇത് തന്നെ നടക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു, പക്ഷേ ഇതേപോലെ എന്തെങ്കിലും നടക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അവസാനം ടോഡ് ഡെറിക്കിന്റെ കൂടെ ചേരുവാൻ തയ്യാറാകുന്നു. സന്തോഷത്തോടെ അതിനുശേഷം ഡെറിക്ക് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ് കേണൽ സ്കോട്ട് ഡെറിക്കിനെ കാണുന്നതിന് വേണ്ടി അങ്ങോട്ട് വരുന്നത്. അവനെ പ്രൊജക്ട് ഇക്കാറസ് എന്നും അവന്റെ യഥാർത്ഥ പേരായിട്ടുള്ള വേറെ എന്തോ കൂടി വിളിക്കുന്നുണ്ട്. അത് പ്രൊണൗൺസ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ അത് പറയാത്തത്. ഇവിടം നിനക്ക് സേഫ് അല്ല എന്ന് പറഞ്ഞ് കേണൽ ഡെറിക്കിനെ അവരുടെ കൂടെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. അത് മാത്രമല്ല ഇഡിയറ്റ് ആയിട്ടുള്ള സർജന്റ് ഹ്യൂഗോ ഡെറിക്കിന്റെ മേൽ ചാടി വീഴുകയും ചെയ്യുന്നുണ്ട്. കേണൽ പറയുന്നത് കൊണ്ട് മാത്രമാണ് ഡെറിക്കിനെ അവനൊന്നും ചെയ്യാതിരുന്നത്. ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും ഈ കേണല് കൂട്ടു നിൽക്കാറില്ല. ഈ കേണൽ ഒരു നല്ല വ്യക്തി തന്നെയാണ്. ഡെറിക്ക് അവരുടെ കൂടെ പോവാതിരിക്കുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഇപ്പോൾ പ്രധാനമായിട്ടും ഡെറിക്ക് പറയുന്നത് ഈ കേണൽ എന്തോ ഒരു കാര്യം ഓഫർ ചെയ്തിട്ട് അത് ചെയ്തു കൊടുക്കാതിരുന്നു എന്നാണ്. കേണലിന്റെ അവസ്ഥ ഡെറിക്കിനോട് പറയുന്നുണ്ട്. അത് മാത്രമല്ല ബ്ലാക്ക് വിങ് ഇപ്പോൾ കടുത്ത തീരുമാനങ്ങളാണ് എടുത്തിരിക്കുന്നത്. അത് ഡെറിക്കിന് ദോഷകരമായിട്ടുള്ള രീതിയിലൊക്കെ ബാധിക്കും. ഇപ്പോൾ അവരുടെ കൂടെ വരാനൊക്കെ പറഞ്ഞു നോക്കുന്നുണ്ട്. എന്നിട്ടും ഡെറിക്ക് അവരുടെ കൂടെ പോകാൻ തയ്യാറാകുന്നില്ല. ഡെറിക്ക് അവിടുന്ന് പോയി കഴിയുമ്പോൾ സർജന്റ് കേണലിനോട് ചോദിക്കുന്നുണ്ട് ബലപ്രയോഗത്തോടെ അവനെ പിടിച്ചുകൊണ്ട് വരണമോ എന്ന്. എന്നാൽ ഈ ആക്രമണങ്ങളൊന്നും അധികം ഇഷ്ടപ്പെടാത്ത കേണൽ അതിന് സമ്മതിക്കുന്നില്ല. നമുക്ക് വേറെ വഴി നോക്കാം എന്നാണ് കേണൽ ഇതേ സമയം പറയുന്നത്. പിന്നെ കാണിക്കുന്നത് ആനിമൽ ട്രാൻസ്ഫർ യൂണിറ്റിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഗോർഡൻ റിമറിനെയാണ്. അവിടെ നമുക്ക് ഒരുപാട് ഡെഡ് ബോഡീസ് കാണുവാൻ സാധിക്കും. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എത്രമാത്രം അനുയായികളാണ് ഗോർഡൻ റിമറിനുള്ളതെന്ന്. ഫോണിൽ അദ്ദേഹം കുറെ എലികളെ ആവശ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതുവഴി മനസ്സിലാക്കാം എലികൾ ഉപയോഗിച്ച് മനുഷ്യനുമായിട്ട് ബോഡി സ്വാപ്പ് ചെയ്യാനായിരിക്കും അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം അയാൾ കാറിൽ കയറി കഴിയുമ്പോൾ ഒരു ന്യൂസ് കേൾക്കുന്നുണ്ട്. റിമറിന്റെ തീ പിടിച്ച വീട്ടിൽ നിന്ന് പോലീസുകാർക്ക് ഫേമസ് ആയിട്ടുള്ള ആ മ്യൂസീഷ്യന്റെ ഡെഡ് ബോഡി കിട്ടി എന്ന വാർത്തയാണ് കാറിലെ ആ ന്യൂസിൽ നിന്ന് അയാൾ കേൾക്കുന്നത്. അത് കേട്ട് അയാൾ ഒരുപാട് ദേഷ്യത്തിലും വിഷമത്തിലും ആകുന്നുണ്ട്. കാരണം ആ മ്യൂസീഷ്യന്റെ ശരീരം അയാൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. ആ ഒരു മ്യൂസീഷ്യന്റെ ഉള്ളിലായിരുന്നപ്പോഴുള്ള കാലഘട്ടമല്ല. എന്നാൽ അല്പം കഴിയുമ്പോൾ തന്നെ റിയാലിറ്റി
റിയാലിറ്റി അംഗീകരിച്ച് അയാൾ ഒന്ന് കാം ആവുന്നുണ്ട്. ആ കാറിന്റെ ഉള്ളിൽ തന്നെ നായയുടെ ആത്മാവ് ശരീരത്തിന്റെ ഉള്ളിലുള്ള ലിതിയ സ്പ്രിങ്ങും ഉണ്ട്. ഇതോടെ ഈ എപ്പിസോഡും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിലും ഉടനെ തന്നെ എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമ്മൾ ഉടനെ തന്നെ കാണും. അതുവരെ ഗുഡ് ബൈ.